ഹായ് ഓൾ ജിൻസ് കോക്ക്. തുടക്കം. ആന്റണി പെരുമ്പാവൂർ പ്രൊഡ്യൂസർ, ലാലേട്ടൻ്റെ ആശീർവാദ് സിനിമാസ്. ഓഫ് കോഴ്സ് ലാലേട്ടൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ അഭിനയിക്കുന്ന ആദ്യ സിനിമ. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജൂഡ് ആന്റണി ജോസഫ്. എഴുതിയിരിക്കുന്ന 3 പേരാണ് ലിനീഷ് നെല്ലിക്കൽ, അതുപോലെ തന്നെ അഖിൽ കൃഷ്ണ, ജൂഡ് ആന്റണി ജോസഫ്. ഈ സിനിമയുടെ DOP ചെയ്തിരിക്കുന്ന 3 പേരാണ് അഖിൽ ജോർജ്, ജോമോൻ ടീച്ചോൺ ISC, ഓൾസോ സുദീപ് എലമോൻ. എഡിറ്റിംഗ് ചമൻ ചാക്കോ, മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ ജെയ്ക്സ് ബിജോയ്. കിടിലൻ ടീമാണ്. വിഷ്ണു ഗോവിന്ദ് ഓഡിയോഗ്രാഫി. ആക്ഷന് പ്രാധാന്യമുള്ള സിനിമയാണ്. യാനിക് ബെന്നും സ്റ്റണ്ട് സിൽവയും ആണ് ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ ടെക്നിക്കലി കിടിലൻ ടീമാണ്. ആ ക്വാളിറ്റി സിനിമയ്ക്ക് ഉണ്ട് താനും ടെക്നിക്കലി. ഇനി ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഇതിന് ട്രെയിലർ കണ്ടാൽ അറിയാം, ഒരു ഹിൽ സ്റ്റേഷൻ ആസ് യൂഷ്വൽ. അവിടെ നടക്കുന്ന കുറച്ച് പരിപാടികൾ, കുറച്ച് മിസ്റ്ററി, ഇൻവെസ്റ്റിഗേഷൻ, ആക്ഷൻ. അപ്പോൾ ഈ സിനിമയിൽ തുടക്കത്തിൽ തന്നെ കാണിക്കുക നമ്മുടെ ആന്റണി പെരുമ്പാവൂരിൻ്റെ മകനെയാണ്, ആശിഷ് ജോ ആന്റണി. പുള്ളി കേട്ടോ, അതായത് ഒരു ലോൺലി വോൾഫ്. അതായത് ചില വില്ലന്മാരില്ലേ, ഗാങ് ഒന്നുമില്ല, സെറ്റപ്പ് ഒന്നും കാണിക്കില്ല, പക്ഷേ ടെറർ വില്ലൻ. അത് എന്തും ചെയ്യും, ബ്രൂറ്റൽ, എന്തും ചെയ്യും. അങ്ങനത്തെ കുറേ വില്ലന്മാരെ എക്സാമ്പിൾസ് ഞാൻ പറയുന്നില്ല. അതായത് കൊല്ലണേ കൊല്ലും, റേപ്പ് ചെയ്യും, എന്ത് വേണം ചെയ്യും. അതായത് ഒന്നിനും മടിക്കാത്ത ഒരു ഹൈ ഒക്ടേൻ വില്ലൻ. അതാണ് ആശിഷ് ജോ ചെയ്തിരിക്കുന്ന കഥാപാത്രം. പുള്ളി കിടോട് ചെയ്തിട്ടുണ്ട്. പുള്ളിയെ കണ്ടാൽ തന്നെ പക്കാ ക്രിമിനൽ എന്ന് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ ബോഡി ലാംഗ്വേജും പുള്ളിയുടെ ആറ്റിറ്റ്യൂഡും പുള്ളിയുടെ ഡയലോഗ്സ് ഇല്ല കേട്ടോ, ഒറ്റ ഡയലോഗുള്ളൂ. ദ എൻ്റയർ ഫിലിമിൽ ഹി ഹാസ് ഗോട്ട് ഓൺലി 1 ഡയലോഗ്. എന്നാൽ നായിൻ്റെ മോളെ ഞാൻ വിളിക്കുന്ന ഒരു ഡയലോഗുള്ളൂ. പുള്ളിയുടെ സൗണ്ട് കിടുവാണെന്ന് ഞാൻ സ്റ്റേജിൽ മറ്റേ ഇതിൻ്റെ ഫംഗ്ഷനിൽ കണ്ടിരുന്നു. കിട്ടുന്ന സൗണ്ട്. പക്ഷേ ഇതിൽ ഡയലോഗ് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഐറണി. അപ്പോൾ പുള്ളിയെ എസ്റ്റാബ്ലിഷ് ചെയ്ത രീതി കിടുവായിരുന്നു. സ്റ്റൺ സിൽവേനെയൊക്കെ തുടക്കത്തിൽ തട്ടുക. സ്റ്റൺ സിൽവേനെ പോലത്തെ ഒരാളെയൊക്കെ തട്ടണമെങ്കിൽ എമ്മാതിരി വില്ലനായിരിക്കണം. അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കംപ്ലീറ്റ്ലി ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ തുടക്കത്തിൽ ജൂഡിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് സായികുമാർ, വിസ്മയുടെ അച്ഛനായിട്ട്. പിന്നെ ഇവർ താമസിക്കുന്ന സ്ഥലത്തുള്ളതാണ് ജയാകുറുപ്പും കോട്ടയം രമേശും. പിന്നെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലുള്ള CI ആണ് മനോജ് KJ. പിന്നെ ജാഫർ ഇടുക്കിയൊക്കെ ഇങ്ങനെ പോലീസുകാരി എന്തോ അങ്ങനെ. പിന്നെ ജിബിൻ ഗോപിനാഥൻ്റെ വെറുപ്പിക്കൽ ചൊറിയൻ ഒരു ചക്രം പിടിച്ച കഥാപാത്രം. പുള്ളി അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ സാധാരണ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സിന് ലാസ്റ്റ് ഒരു പേ ഓഫ് ഉണ്ട്. അതില്ല. അതൊരു ഡിസാറ്റിസ്ഫാക്ഷൻ. അത് പോട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ഈ പടത്തിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത്, ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൽ വിസ്മയ മോഹൻലാലിൻ്റെ കഥാപാത്രം ഒരു പെൺകുട്ടി, ഒരു അച്ഛനും മകളും മാത്രം. അമ്മ ഡെഡായി പോയെന്നാണ് ചിപ്പി. പൊങ്കാലിടാൻ ചിപ്പിയെ കാണാറുണ്ട്. പിന്നെ ഈ പടത്തിലാണ് കണ്ടിട്ടുള്ളത് ചുമരിൽ തൂക്കിയിട്ടേക്കുന്നത് ചിപ്പിയെ. പിന്നെ ഒരു സോങ്ങൊക്കെ ഉണ്ട്. അത് ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് സോങ്ങാണ്. ജെയ്ക്സ് ഒരു സിമ്പിളായി ചെയ്തിട്ട് സോങ്. അതായത് വിസ്മയുടെ ക്യാരക്ടറും വിസ്മയുടെ പാസ്റ്റൊക്കെ കാണിക്കുന്ന കുട്ടിയായിരിക്കുന്ന സമയത്ത് കുട്ടിയുടെ കാസ്റ്റിംഗ് ഒക്കെ പക്കയാണ്. ഒരു ചമ്പി കുട്ടി, ഇതിന് വിസ്മയ പോലെ തന്നെ അങ്ങനെ കറക്റ്റായിട്ട് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് ഒരു 1.25 മണിക്കൂർ, ആകെ 2.5 മണിക്കൂർ താഴെ ഈ സിനിമയുള്ളൂ. അത് പെട്ടെന്ന് പോയിട്ടുണ്ട്. എസ്പെഷ്യലി ഇത് ഇൻവെസ്റ്റിഗേഷൻ പാർട്ട്. മനോജ് KJ വന്നു, മറ്റവർ വന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നൈസായിരുന്നു. അത് ഒട്ടും മടുപ്പിക്കാതെ വളരെ ഫാസ്റ്റായിട്ട് പടപടപടപടയെന്ന് പറഞ്ഞ് പോകുന്ന സിനിമ. ഇടയ്ക്ക് TG രവിയൊക്കെ വന്ന് പോകുന്നുണ്ട്. കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഹിൽ സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ട് അവിടെ താമസിക്കുന്ന അവിടെയുള്ള കുറേ ആൾക്കാർ, നേഴ്സ്, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. വിസ്മയുടെ ആക്ടിങ് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. ആ ക്യാരക്ടറിന് പുള്ളിക്കാരി ആപ്റ്റാണ്. ഭയങ്കരമായ ആക്ടിങ് ഡിമാൻഡ് ചെയ്യുന്ന സിനിമയല്ല. പുള്ളിക്കാരി അച്ഛൻ മകൾ ആ കോമ്പിനേഷൻ സായികുമാറായിട്ടുള്ള പുള്ളിക്കാരുടെ ഒരു ചാമിങ്, മനസ്സിലായില്ലേ? വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള, ഇൻ്റർവ്യൂവിൽ കാണുമ്പോൾ തന്നെ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി, അച്ഛനും മകളും. അത് പുള്ളിക്കാരി നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എവിടെ ഓക്വേർഡ്നെസ്സോ അല്ലെങ്കിൽ അഭിനയിക്കാൻ അറിയാത്ത പോലെ ഫസ്റ്റ് ഫിലിമാണെന്നുള്ള ഒരു ഫീലിങ്ങോ ഒന്നും തന്നിട്ടില്ല. വളരെ നൈസായിട്ട് തന്നെ വിസ്മയ മോഹൻലാൽ ചെയ്തു പോയിട്ടുണ്ട്. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഇതൊരു ടിപ്പിക്കൽ ക്ലീഷേ സ്റ്റോറിയാണ്, ബട്ട് വെൽ കുക്ക്ഡ്. ജൂഡ് ആന്റണി നന്നായി എടുത്തിട്ടുണ്ട്. ടെക്നിക്കൽ ടീമും കിടു ടീമായിരുന്നു, നല്ല സപ്പോർട്ടുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സിനിമയ്ക്കകത്ത് ലാലേട്ടൻ ഉണ്ടെന്ന് ഓൾറെഡി ട്രെയിലർ കണ്ട് നമുക്കറിയാം. ഓൾറെഡി ലാലേട്ടൻ ഉണ്ടെന്ന് എല്ലാ സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടൻ വരുമല്ലോ. അപ്പോൾ ഓൾറെഡി ലാലേട്ടൻ്റെ ക്യാരക്ടർ എന്തായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. കാരണം ആരായിരിക്കും ലാലേട്ടൻ എന്നുള്ള സിനിമ കണ്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ലാലേട്ടൻ എൻട്രി പറഞ്ഞാൽ സിമ്പിൾ എൻട്രി കിട്ടുമായിരുന്നു. ലാലേട്ടൻ വരുന്നു. ലാലേട്ടൻ ഒരു മോട്ടിവേഷണൽ സ്പീച്ച് പോലെ ലാലേട്ടൻ സംസാരിക്കുന്നു വിസ്മയുടെ അടുത്ത്. ആ സെറ്റിങ് നന്നായിരുന്നു. അവർ കാണുന്ന സ്ഥലം അത് ആന്റണി പെരുമ്പാവൂരിൻ്റെ ഒരു ഹോട്ടൽ, ആന്റണി ഹോട്ടൽ എന്ന് എഴുതി കാണിക്കുന്നത്. പെരുമ്പാവൂരെന്നില്ല,
അപ്പോൾ അവിടെ ലാലേട്ടൻ വന്നു, ലാലേട്ടൻ സംസാരിച്ചു, നല്ല സെറ്റായിരുന്നു. അത് ഡില്ലൻ സ്കോറൊക്കെ ജെയ്ക്സ് കൊടുത്തൊരു എലവേഷൻ സ്കോറൊക്കെ കൊടുത്ത് അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ പോകേണ്ട സിനിമ പെട്ടെന്ന് ടു ബി ഫ്രാങ്ക് നശിപ്പിച്ച് കളഞ്ഞു. ഒരൊറ്റ സീനിന് ഒരു സിനിമ സ്പോയിൽ ചെയ്യാന്നുള്ള എൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഈ സിനിമ. അതായത് ലാലേട്ടൻ ആരാ നമുക്ക് ഇവർ ഈ സിനിമയെ കൂടെ കാണിച്ചു തരണം, അല്ലെങ്കിൽ ലാലേട്ടൻ ഫൈറ്റ് ചെയ്യും, അല്ലെ ലാലേട്ടൻ ഓറയുണ്ട്, ലാലേട്ടൻ മാസ് കാണിക്കും. ഇതൊക്കെ കാണിക്കാൻ വേണ്ടി എടുത്ത സിനിമയാണോ? അതല്ല, ഇത് വിസ്മയുടെ സിനിമയാണ്, ആ ക്യാരക്ടറിൻ്റെ സിനിമയാണ്, ആ ക്യാരക്ടറിൻ്റെ ജേണിയാണ്, ആ ക്യാരക്ടറിൻ്റെ സ്ട്രഗിളാണ്, ആ ക്യാരക്ടറിൻ്റെ എക്സിസ്റ്റൻസ് ആണ്, അവരുടെ ഫൈറ്റിംഗ് ആണ് ഈ സിനിമ. അതിനകത്ത് ലാലേട്ടൻ വന്ന് ഡയലോഗ് അടിച്ച് പോയ ശരി. ഇത് ഹൃദയപൂർവ്വം സിനിമയിൽ ഇതുപോലെ ഉണ്ടായിരുന്നു. സത്യകാന്തിക്കാട് കാണിച്ചത് ലാലേട്ടൻ്റെ ഫൈറ്റ്, ഏത് ബൈപ്പാസ് കഴിഞ്ഞ് ഹാർട്ട് പേഷ്യൻ്റ് ആയിട്ടുള്ള ലാലേട്ടൻ ഫൈറ്റ് ചെയ്യുന്നു. ആ സിനിമയിൽ പിന്നെ ഒപ്പിക്കണം. ഇതിൽ വളരെ മോശം എന്ന് പറഞ്ഞാൽ ഇത്രയും മോശം ഒരു സീന് അവിടെ കൊണ്ടുവച്ചത്. എന്ത് കാര്യത്തിന്, ആർക്ക് വേണ്ടി? ഫാൻസിന് കാണാൻ വേണ്ടിയിട്ടോ? ഫാൻസിന് കാണാൻ വേണ്ടി ഖലീഫിൽ ലാലേട്ടൻ വന്നോട്ടെ, അങ്ങനത്തെ പടത്തിൽ വന്നോട്ടെ. ഇനി ബബ്ബയിൽ വന്നിട്ട് അവരാഴ്ച ആണെങ്കിൽ അതിൽ ലാലേട്ടൻ വന്നു പോയിട്ട് അതൊന്നും കുഴപ്പമില്ല. ഇത് ഇങ്ങനെ ഒരു സിനിമയിൽ നല്ല ഫ്ലോയിൽ ഒരു അത്യാവശ്യം ഗ്രിപ്പിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിനിമയുടെ മൊത്തം ടെമ്പറമെന്റ് നശിപ്പിച്ച് ആ മൊമെന്റം മൊത്തം കൊണ്ട് കളഞ്ഞ് പടം കാണാനുള്ള മൂടെ പോയി. പിന്നെ ലാലേട്ടൻ വന്ന ഫൈറ്റ് ചെയ്തതിന് ശേഷം എന്തിനാ ഫൈറ്റ്? അതൊരു റെസ്റ്റോറൻറ്റിൻ്റെ അകത്തുള്ള ഒരു കൂതറ ഫൈറ്റ്. അത് എന്തിനാ? അത് ആർക്ക് വേണ്ടിയിട്ട് അത് ആ ഫൈറ്റ്? എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒരു സിനിമയെ മൊത്തം നശിപ്പിക്കുന്ന ഒരു സീൻ അവിടെ കുത്തിക്കാരിയത്. ഇനിയിപ്പോൾ ആന്റണി പെരുമ്പാവൂർ പറഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ ജൂഡ ആന്റണി ജോസഫിന് ബുദ്ധിയില്ലേ? എൻ്റെ ലാലേട്ടൻ അങ്ങനെ ക്യാരക്ടർ ചെയ്യുമ്പോൾ ലാലേട്ടൻ ഇത്രയും സിനിമയിൽ അഭിനയിച്ച ഒരാളല്ലേ ഇത്രയും വർഷങ്ങളായിട്ട്. അപ്പോൾ ലാലേട്ടന് എനിക്കറിയില്ല എവിടെയാണ് ഇവർക്കൊരു സെൻസ് ഇല്ലാതെ വന്നു. അത് നിങ്ങൾ സിനിമ കണ്ടാൽ മനസ്സിലാവും. ലാലേട്ടൻ്റെ ക്യാരക്ടർ അൺവാണ്ടഡ് ആണ്, ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ഒരു ഫൈറ്റ് കംപ്ലീറ്റ്ലി അൺവാണ്ടഡ്, ഏറ്റവും മോശം എക്സിക്യൂഷൻ. എന്നിട്ട് ആന്റണി പെരുമ്പാവൂരെന്ന് ചോദിക്കുക, ഇതേതാ ചേട്ടൻ? പുള്ളിയുടെ റെസ്റ്റോറൻറ്റ് അടിച്ച് നശിപ്പിച്ച് താറുമാറാക്കിയിട്ട് ഇതേതാ ചേട്ടൻ? അയ്യോ, ഇത് കുടുംബ സംഗമല്ലല്ലോ, ഇത് സിനിമയല്ലേ, ഇതിൽ അഭിനയിക്കുന്ന ക്യാരക്ടേഴ്സ് അല്ലേ. വിസ്മയ മോഹൻലാലിനെ കാണാനല്ലോ നമ്മൾ പോകുന്നത്, ആ സിനിമ കാണാനല്ലേ പോകുന്നത്. അതിലവർ നന്നായി ചെയ്തു കഴിഞ്ഞാൽ, അവരെ ക്യാരക്ടർ നന്നായി വന്നു കഴിഞ്ഞാലല്ലേ ആ ഫ്ലോയിൽ സിനിമ പോകുള്ളൂ. അത് നശിപ്പിച്ച് കളഞ്ഞു. എന്നിട്ട് കുറേ റിയൽ ലൈഫായിട്ട് കണക്റ്റ് ആവുന്ന രീതിയിൽ ലാലേട്ടൻ ഇങ്ങനെ പറയാം, ഇത് നിന്റെ തുടക്കമാണ്, ഇത് വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കമാണ്, നമുക്കറിയാം. അത് ലാലേട്ടൻ വന്ന് നമ്മളെടുത്ത് ഡയലോഗ് കൂടെ പറഞ്ഞ് ലാലേട്ടൻ്റെ മകളാണ് എസ്റ്റാബ്ലിഷ് ചെയ്ത്, അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ പ്രണവ് മോഹൻലാലിൻ്റെ നല്ല സിനിമകൾ നമ്മൾ ഏറ്റെടുത്ത് എന്തുകൊണ്ടാണ്? പുള്ളി ആ ക്യാരക്ടർ നന്നായി ചെയ്യുമ്പോഴാണ്. അല്ലാണ്ട് ഇത് ലാലേട്ടൻ ഇത് നിന്റെ തുടക്കമാണ് എന്നും പറഞ്ഞിട്ട് വേസ്റ്റഡ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ പറയാണ് മേക്ക് ഡാഡ് പ്രൗഡ്, മേക്ക് ഡാഡ് പ്രൗഡ്. അത് സായികുമാറിനെ കുറിച്ചാണ് പറയുന്നത്. ആക്ച്വലി ഇത് ലാലേട്ടനെ കുറിച്ച് തന്നെ പറയുന്ന, മകളെക്കുറിച്ച്. അങ്ങനെ ഒരു അതിൻ്റെ തന്നെ ഗണേശൻ്റെ വന്നിട്ട് ഗണേശൻ്റെ ഒരു ആക്ടിങ്ങും വെളിപ്പും ഓക്കെ, അത് ഭയങ്കര സ്പോയിൽ ചെയ്ത് കളഞ്ഞു ഈ സിനിമയെ. ടു ബി ഫ്രാങ്ക്, ഈ സിനിമയുടെ മൊത്തം പിന്നെ പടം കാണാനുള്ള മൂടെ പോയി. പേഴ്സണലി എനിക്ക് മൂടെ പോയി. ആണെങ്കിൽ ലാലേട്ടൻ വന്നിട്ട് കുളമാക്കി കളഞ്ഞു. അത് ലാലേട്ടൻ്റെ കുഴപ്പമൊന്നുമല്ല, ആ സീൻ അങ്ങനെ എഴുതി വെച്ചിരിക്കും. ലാലേട്ടൻ്റെ ഒരു ഫൈറ്റിൻ്റെ ഓരാവശ്യം തികച്ചും അനാവശ്യം. പിന്നെ സിനിമ ഞാൻ പറഞ്ഞത് ഭയങ്കര ഫാസ്റ്റായിട്ട് ഒട്ടും ബോറടിക്കാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ വീണ്ടും സിനിമയുടെ ലാലേട്ടൻ മുമ്പുള്ള ട്രാക്ക് എന്തായിരുന്നു, ഈ ജോയും പിന്നെ ആശിഷ് ജോയും വിസ്മയ മോഹൻലാലും തമ്മിലുള്ള കോൺട്രാസ്റ്റ് ഉണ്ടല്ലോ, അത് പിന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്ലൈമാക്സിൽ കിട്ടുന്ന ഫൈറ്റൊക്കെ ഉണ്ട്. ഷീസ് ബേസിക്കലി മൊയ്ത്തായി പഠിച്ചിട്ടുള്ളതാണല്ലോ അവർ, വിസ്മയ മോഹൻലാൽ. അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി, ഷീസ് ഫൈറ്റിംഗ് റിയലി വെൽ. കാരണം അവർ പഠിച്ചിട്ടുള്ളത് ചെയ്യാൻ ഈസിയാണല്ലോ. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ യാനിക് ബെന്നായി കഴിഞ്ഞാലും അല്ലെങ്കിൽ സെൻഡസ്ലു ആയി കഴിഞ്ഞാൽ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ജൂഡ് നന്നായിട്ട് പിന്നെ ഷൂട്ടും ചെയ്ത് വെച്ചിട്ടുണ്ട് വിത്ത് ജെയ്ക്സ് ബിജോയ് സ്കോർ. ഓവറോൾ നോക്കുമ്പം ഒരു സിനിമ എന്ന നിലയ്ക്ക് ഒട്ടും ബോറടിക്കാതെ പിന്നെ നല്ല രീതിക്ക് കണ്ടുള്ള സിനിമയാണ്. പക്ഷെ ഇതൊരു ഗംഭീര സിനിമയല്ല, വളരെ മോശം സിനിമയല്ല. അതാ ഞാൻ പറഞ്ഞു, ഒരു ഇടത്തര സിനിമ. രണ്ടുപേരെ പറയാൻ വിട്ടുപോയി. ഒന്ന് ബോബി കുര്യൻ ആസ് യൂഷ്വൽ പുള്ളി സ്ഥിരം ചെയ്യുന്ന കൈൻഡ് ഓഫ് റോൾ തന്നെയാണ്. പക്ഷേ എനിക്കിഷ്ടമാണ് പുള്ളിയുടെ പരിപാടി. പുള്ളി സ്മോക്ക് ചെയ്യുന്നതും ഡ്രിങ്ക്സ് അടിക്കുന്നതും ഒരുമാതിരി റെസ്ലെസ്നെസ് കാണിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, വെറുതെ നാറി ഈ നാറി എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുക. പുള്ളി എനിക്ക് നൈസായിരുന്നു, ബോബി കുര്യൻ. പിന്നെ ഉള്ളത് ഒരു ഗോൾഡൻ റിട്രീവറാണ്, വീട്ടിലെ പട്ടിയുടെ പേര് മെസ്സി. ആക്ച്വലി മെസ്സി ഈസ് ദ ഗോട്ട്, ബട്ട് ഈ സിനിമയിൽ പട്ടിയുടെ പേരാണ് മെസ്സി.